ഇന്ന് എൻ്റെ മോർണിംഗ് റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അവിടത്തേക്ക് കുക്കറപ്പം ഉണ്ടാക്കണം. അതിനുള്ള പ്രിപ്പറേഷനാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണൊക്കെ ക്ലീനാക്കി അതിന് ശേഷം ഒരു തേങ്ങ ഉരുക്കിയാണ്. തേങ്ങ ഉരിച്ചതിന് ശേഷം 1 കിലോ പച്ചരിക്ക് 3 കുക്കറപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. 1 കിലോ അരിക്ക് 3 കുക്കറപ്പം. അതിന് 750 ഗ്രാം വെള്ളം വേണം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് ജീരകം, നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, പിന്നെ തേങ്ങ എന്നിവയൊക്കെ എല്ലാവർക്കും അറിയാം. കുക്കറപ്പം ഇന്ന് കൊണ്ടുപോകുന്നത് കുക്കറപ്പമാണ്. 2 കുക്കറപ്പം കൊണ്ടുപോകാനും 1 ഞങ്ങൾക്ക് കൂടി തിന്നാനാണ് ഉണ്ടാക്കുന്നത്. കുക്കറപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ കൊപ്ര കഷ്ണങ്ങളാണ് ഒരു മുറി, മറ്റേത് തേങ്ങ, സാദാ തേങ്ങ. തേങ്ങ ചിരവി മിക്സിയിൽ പച്ചരി ഞാൻ 3 പാത്രത്തിലായിട്ടാണ് അരി തലേ ദിവസം വെള്ളത്തിലിട്ടത്. 3 കപ്പിൽ 3 പാത്രത്തിലാക്കിയിട്ട് എന്നാണ് നമുക്ക് അളവ് മനസ്സിലാവും. അല്ലാണ്ട് ഒന്നായിട്ട് അരച്ചിട്ട് നമുക്കൊരിക്കലും 3 പാത്രത്തിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. ഇത് ഓരോന്ന് ഓരോ കണക്കാക്കിയിട്ടാണ് ഞാൻ രാത്രി പാത്രത്തിൽ പച്ചരി കഴുകി പൊതിർത്തി വെച്ചത്. ഏകദേശം തേങ്ങയൊക്കെ ചിരവി ഇനി ഓരോ അരിയും ഞാൻ ഓരോ അരിയല്ല, ഓരോ പാത്രത്തിലരി. അതേ സ്ഥാനത്ത് 3/4 കിലോ 250 അങ്ങനെയാണ്. 1 കിലോ അരിയാണ്, അത് 3 പാത്രത്തിൽ ഒരേ അളവിലിട്ടതാണ്. 3/4 കിലോ വെല്ലമാണ് എടുത്തത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഏകദേശം ഞാൻ 3 പാത്രത്തിലെ അരിയും അരച്ച് ഏകദേശം വെച്ചു. ഇനി 3 കട്ടയും ഒരു കട്ടൻ്റെ പകുതിയാണ് ഞാൻ വെല്ലം എടുത്തത്. കുത്തിപ്പോയാ വാവേ. ചെറിയ മോൻ ഇവിടുന്ന് കുത്തക്കേട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വെല്ലം നല്ലോണം ചൂടാക്കി അലിയിച്ചു. അത് ഞാനൊരു അരിപ്പയിലേക്ക് അരി അരച്ചതിൽ ചൂടോടെ തന്നെ ഒഴിച്ചു. നല്ല ലൂസായിരിക്കും. നമ്മൾ വെല്ലം ഒഴിച്ച് കഴിഞ്ഞാൽ കുക്കർ അടുപ്പത്ത് വെക്കുക. എല്ലാവർക്കും അറിയാം. സാധാ നല്ല നെയ്യ്, അതായത് മിൽമ നെയ്യ് കുറച്ച് ഒഴിക്കുക, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തും നമ്മളെ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളിയും അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത ചൂടോടെ വെല്ലം അലിയിച്ച് വെച്ച് മിക്സ് ചെയ്ത കൂട്ട് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രാവിലെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പൂരി ഉണ്ടാക്കുന്നുണ്ട്. തലേ ദിവസം പുട്ടിന് നനച്ച് വെച്ച കുറച്ച് പൊടി ബാക്കിയുണ്ടായിരുന്നു. അതിൽ കുറച്ച് മൈദയും കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ പൂരിക്ക് മാവും കുഴച്ച് വെച്ചു. ഏകദേശം ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കറിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിച്ച് കൊടുക്കുക ഗ്യാസ്. അതിന് ശേഷം അടച്ച് വെച്ച് അടിയിലൊരു എന്തെങ്കിലും, അതായത് ഗ്യാസ് പാത്രത്തിൻ്റെ അടിയിലൊരു മൂടിയോ തവയോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മേലെ കുക്കർ വെച്ച് കഴിഞ്ഞാൽ അടി ഒരിക്കലും കരിഞ്ഞു പോകില്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇടാൻ മറന്നു പോകണ്ട, ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാര ഒരു നുള്ളിടാൻ മറന്നു പോകല്ലേ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ 20 മിനിറ്റ് സമയം ഇത് വെക്കണം.
ഏകദേശം ആവി പുറത്തേക്ക് വരുന്നെന്ന് കണ്ടതിന് ശേഷമാണ് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വെക്കേണ്ടത്. ഇനി മറ്റത് ഞാൻ ഇതേപോലെ തന്നെ എല്ലാം പാകം ചെയ്തു. ഇത് ഞാൻ ബിരിയാണി പോട്ടിലാണ്, ചെറിയ ബിരിയാണി പോട്ടുണ്ട്, അതിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി അതേപോലെ തന്നെ വെള്ളമൊക്കെ ഉരുക്കി അരി അരച്ചതിൽ ഞാൻ മിക്സ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ പൂരി പൊരിച്ചു. പൂരി എന്ന് പറയാൻ പറ്റില്ല, നെയ്പ്പത്തിരി പോലത്തൊരു പത്തിലാണ്. മൈദയും അരിപ്പൊടിയും കൂട്ടി. ആ പണി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ രണ്ടടുപ്പിൽ ഒന്നിൽ കുക്കറപ്പം ഉണ്ടാകുന്നുണ്ട്, മറ്റേ ഫ്രൈ പാനിൽ അതായത് ബിരിയാണി പോട്ടിൽ രണ്ടാമത്തെ കലത്തപ്പവും റെഡിയാവുന്നുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക.